ഹായ്, ഞാൻ അഞ്ജലി. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രമേഹ രോഗികൾക്ക് പൊതുവെ ഉണ്ടാവുന്ന സംശയമാണ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് പഴങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഫ്രൂട്ട്സിൽ പൊതുവെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ എന്നീ പോഷക ഗുണങ്ങൾ ഉള്ളതിനാൽ അവ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ പ്രമേഹ രോഗികൾ ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. എന്താണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്? നമ്മൾ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്ര വേഗത്തിൽ ഉയർത്തുന്നു എന്നതിൻ്റെ സൂചികയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 0 മുതൽ 100 വരെയുള്ള സ്കെയിലിലാണ് അളക്കപ്പെടുന്നത്. ഇനി ഹൈ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഹൈ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിലെ ഫൈബറിൻ്റെ അളവ് വളരെ കുറവും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായതിനാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ദഹിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നു. എന്നാൽ ലോ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവുമായതിനാൽ അത് വളരെ മന്ദഗതിയിൽ മാത്രമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നത്. അപ്പോൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സിന് ഉദാഹരണങ്ങളാണ് ഏത്തപ്പഴം, ചക്ക, അതുപോലെ സപ്പോട്ട, പിന്നെ സീസണൽ അവൈലബിൾ മാങ്ങ. ഇതൊക്കെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സിന് ഉദാഹരണങ്ങളാണ്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സിന് ഉദാഹരണങ്ങളാണ് ആപ്പിൾ, ഓറഞ്ച്, റോബസ്റ്റ, മുസംബി, കമ്പിളി നാരങ്ങ, ബെറീസ്, പീച്ച് ഇതുപോലെയുള്ള പഴങ്ങൾ. ഇനി എന്താണ് ഹൈ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് എന്നുള്ളത് നോക്കാം. ഹൈ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അത് കഴിച്ച ഉടനെ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അതല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിൽ ഉയരുന്നു. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴം എത്ര അളവിൽ കഴിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഒരു ദിവസം നമ്മൾ 100 ഗ്രാം എന്ന രീതിയിലാണ് റെക്കമെൻഡ് ചെയ്യാറ്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസുള്ള ആപ്പിൾ അല്ലെങ്കിൽ മീഡിയം സൈസുള്ള ഓറഞ്ച്, ഒരു റോബസ്റ്റ പഴം, ഈ രീതിയിൽ നമ്മൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തെറ്റൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പിളുകളിൽ മധുരം, പഞ്ചസാരയുടെ അളവ് അതിൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ് എങ്കിലും അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി പോർഷനായിട്ട് മാത്രം ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഓറഞ്ചിലും മധുരത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിൻ്റെയും ഹാഫ് പോർഷനായിട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഈ പ്രമേഹ രോഗികൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സിലുള്ള ഫ്രൂട്ട്സ് ഒരിക്കലും കഴിക്കാൻ പാടില്ലേ എന്നുള്ളത്. അതിൽ ഇപ്പോൾ സീസണലി അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ. അപ്പോൾ ഇത് എല്ലാ ആൾക്കാരിലും ക്രേവിങ്സ് ഉണ്ടാക്കുന്ന പഴങ്ങളാണ്. അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുക. അതിനുശേഷം അത് നിയന്ത്രിത അളവിലാണെങ്കിൽ മാത്രം മാങ്ങയുടെ 4-5 പീസ് ആക്കിയതിൽ ഒരു പീസ് അല്ലെങ്കിൽ ഒരു സ്ലൈസ് അത്ര മാത്രമേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതുപോലെ പഴുത്ത ചക്ക കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചുള അതല്ലെങ്കിൽ 2, ഇതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നിയന്ത്രിതമായ അളവിലാണ് ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് എങ്കിൽ വളരെ ചെറിയ അളവിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്ലൈസ് മാങ്ങ അതല്ലെങ്കിൽ 1-2 ചക്കച്ചോള, പിന്നെ വളരെ തണ്ണിമത്തനെയൊക്കെ വളരെ ചെറിയൊരു ഒരു 3 പീസ്, ആ ഒരു രീതിയിൽ മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി അത് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫ്രൂട്ട്സ് മൊത്തത്തിൽ ചവച്ച് കഴിക്കാനാണ് പറയാറ്. അതായത് അതിനെ ജ്യൂസ് ഫോമിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ ഒരു ഫ്രൂട്ട് എടുത്ത് അതിനെ ജ്യൂസായി മാറ്റുമ്പോഴേക്കും അതിലുള്ള ഫൈബർ കണ്ടന്റ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടാണ് പഴം മൊത്തത്തിൽ ചവച്ചരച്ചിട്ടുള്ള രീതിയിൽ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പഴങ്ങൾ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചോദ്യം. ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഷുഗറിൻ്റെയും അളവ് വളരെ കൂടുതലായതിനാൽ ഇത് പ്രമേഹ രോഗികൾക്ക് അത്ര അഡ്വൈസബിൾ അല്ല. അതായത് ഉണക്കമുന്തിരി, ഈത്തപ്പഴം, അതുപോലെ ഡ്രൈഡ് ആയിട്ട് വരുന്നുള്ള മാംഗോസ്, ക്യാൻബെറീസ്, ഇതിലൊക്കെ ഷുഗറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും പ്രമേഹ രോഗികളിൽ പെട്ടെന്ന് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ മിതമായ അളവിൽ അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
ഇനി പച്ചച്ചക്ക ഉപയോഗിക്കാൻ പാടുമോ, പ്രമേഹ രോഗികൾക്ക് പച്ചച്ചക്ക ഉപയോഗിക്കാൻ പാടുമോ എന്നുള്ളതും വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അൺകൺട്രോൾഡ് ഡയബറ്റിക്, അതായത് ഒരു തരത്തിലും ഷുഗർ നിയന്ത്രിതമല്ലാത്ത പേഷ്യൻസിന് നമ്മൾ ഒരിക്കലും പച്ചച്ചക്ക അഡ്വൈസ് ചെയ്യാറില്ല. അത് പിന്നെയും അവരുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാനാണ് കാരണമാകുന്നത്. അതുപോലെ നിയന്ത്രിത അളവിലാണ് ഷുഗർ ലെവൽ എങ്കിൽ വളരെ മിതമായ രീതിയിൽ മാത്രം പച്ചച്ചക്ക ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ പ്രമേഹ രോഗികൾക്ക് ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം, എത്രയൊക്കെ അളവിൽ കഴിക്കാം, ഏതൊക്കെ രൂപത്തിൽ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ശരിയായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ പ്രമേഹം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ.